ഈ വരുന്ന ഡിസംബർ 6 മുതൽ 3-ാം സെമസ്റ്റർ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണല്ലോ. അതിനു മുമ്പ് ചില കാര്യങ്ങൾ, ചില തിരനോട്ടത്തിൻ്റെ സമയമാണ് ഇപ്പോൾ. അതിനെ പറ്റിയുള്ള വീഡിയോ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. പ്രത്യേകിച്ച് SD സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ ഓൾറെഡി ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിൽ ഗസറ്റഡ് ഓഫീസറിൻ്റെ സൈൻ മുഖ്യം ഒന്ന്. രണ്ടാമത് ഐഡൻറ്റിറ്റി കാർഡും കൂടി വേണം. ഈ രണ്ട് കാര്യമാണ് സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ വിദൂര വിദ്യാഭ്യാസ വിഭാഗ വിദ്യാർത്ഥികൾ ചെയ്യേണ്ട ഒരു കാര്യം. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, ഡിഗ്രി ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നമ്മൾ ഓർഗനൈസ്ഡായി പോയേനെ എന്ന്. പല വിദ്യാർത്ഥികളും പരീക്ഷയുടെ തലേ ദിവസമോ അല്ലെങ്കിൽ പരീക്ഷയുടെ അന്നാണ് ഏത് സബ്ജക്റ്റാണ് ഇന്നത്തെ പരീക്ഷ, സമയം എപ്പോഴാണെന്നൊക്കെ നോക്കാറുള്ളത്. നിങ്ങളോട് പറയാനുള്ളത്, ടൈം ടേബിൾ ശ്രദ്ധിച്ച് നോക്കുക. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഡിസംബർ മാസം 6-ാം തീയതി എനിക്ക് ഏതാണ് സബ്ജക്റ്റ്, എപ്പോഴാണ് പരീക്ഷ, അതിന് അരമണിക്കൂർ മുമ്പ് എത്തണം. ദെൻ ബാർകോഡ് സിസ്റ്റം ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ബുക്ക്ലെറ്റ് ആകുമ്പോൾ 24 പേജുള്ള ഒരു ബുക്ക്ലെറ്റാണ്. അതിലെങ്ങനെ എഴുതണം, വലിച്ചു വാരി എഴുതി കഴിഞ്ഞാൽ പേപ്പർ തികയുമോ, മാർക്കിനനുസരിച്ച് എഴുതണം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അയവർത്ത് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഓക്കെ ആയിരിക്കും. ദാറ്റ് ഈസ് വൈ വി കോൾഡ് ഇറ്റ് ആസ് ഡിഗ്രി ആസ് പ്രൊഫഷണൽ. അങ്ങനത്തെ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഓക്കെ ആയിരിക്കും നമ്മുടെ സമീപനങ്ങളും നമ്മുടെ മാർക്കിൻ്റെ കാര്യങ്ങളും. എല്ലാവരും പറയുന്നത് പോലെ അറിയാവുന്ന ചോദ്യത്തിന് ആദ്യം ഉത്തരം എഴുതുക, അണ്ടർലൈൻ ചെയ്യാൻ മറക്കരുത്. വലിച്ചു വരി എഴുതുമ്പോൾ ബാർകോഡ് സിസ്റ്റം വഴി കിട്ടുന്ന ബുക്ക്ലെറ്റിൽ 24 പേജേ ഉള്ളൂവെന്നും അതിനുള്ളിൽ എഴുതി തീരണമെന്നും വേറെ ബുക്ക്ലെറ്റ് കിട്ടില്ലെന്നും എന്നുള്ള ബോധ്യം ഉണ്ടാകുന്നത് നല്ലതാണ്. നമ്മൾ പലപ്പോഴും പല വീഡിയോസിൽ പറയുന്നത് പോലെ 2 മാർക്കിനാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ 4 പോയിൻ്റെങ്കിലും മിനിമം വേണം. ദെൻ പാരഗ്രാഫിലേക്ക് അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2 മെയിൻ പോയിൻറ്റും ഒരു സബോർഡിനേറ്റ് പോയിൻറ്റും ഒരു എക്സാമ്പിളും വിത്ത് ഫ്ലോ ചാർട്ടും കൂടി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അത് കളറായിരിക്കും. ദെൻ അത് എസ്സേയിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ട് എങ്ങനെ എഴുതാമെന്ന കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, വീണ്ടും ആവർത്തിക്കുന്നു. എഴുതാൻ പോകുന്ന എസ്സേയുടെ കീവേഡ്സ് അനുസരിച്ചിട്ട് ഒരു ഇൻഡെക്സ് ഉണ്ടാക്കുക. ആദ്യം ഇൻട്രോ, ദെൻ മെയിൻ പോയിൻറ്റ്സ്, സബ് പോയിൻറ്റ്സ്, ദെൻ എക്സാമ്പിൾസ്. അതിൻ്റെ ഒരു ഇൻഡെക്സ് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം അതൊന്ന് ഇലാബറേറ്റ് ചെയ്യാൻ നോക്കുക. പുട്ടിനെ പേര് ഇടുന്നത് പോലെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഫ്ലോ ചാർട്ടും എഡ്ജ് പോയിൻറ്റ്സും ഒക്കെ ആഡ് ചെയ്യുന്നത് മാർക്ക് കൂടുതൽ കിട്ടാൻ വളരെയധികം ഉപകാരപ്രദമായിരിക്കും. ദൃശ്യം എന്ന ഫിലിമിൽ പറയുന്നത് പോലെ ഒരു മേക്ക് ബിലീഫാണ് സിനിമ എന്ന് പറയുന്നത് പോലെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സാം ഈസ് ആൻ ആർട്ട് ആൻഡ് യു ആർ ദ ആർട്ടിസ്റ്റ്. ടീച്ചേഴ്സിനെ എങ്ങനെ കബളിപ്പിച്ച് മാർക്ക് വാങ്ങിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്ഥിതി വിശേഷം എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ, പറ്റിക്കാം, നേരും നിറയുമുള്ള പറ്റിക്കലാണ് കൂടുതൽ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. കൂടുതൽ അപ്ഡേറ്റായി കാത്തിരിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.